ഇവിടുത്തെ വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. അത് ഒരു 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 ശാശ്വതമായ പരിഹാരം ഇന്നുവരെ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിനോ കഴിഞ്ഞിട്ടില്ല. ആകെപ്പാടെ ഒരു റോഡ് കറുത്ത് കുറച്ച് ടാർ ചെയ്ത് ഇലക്ഷൻ്റെ സമയം വരുമ്പം പറയും ഇത് ഞങ്ങൾ ചെയ്തു, ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. പ്രത്യേകമായിട്ടുള്ള പാക്കേജ് മലബാറിന് കിട്ടിയിരിക്കണം. നരേന്ദ്രമോദിജിയുടെ നാഷണൽ വിഷൻ, ആ വിഷനും സാബു ജേക്കബിൻ്റെ കേരള വിഷനും ഒരുമിച്ചുകൊണ്ട് ഞങ്ങൾ ആ വികസനം മലബാറിൻ്റെ പ്രദേശത്ത് കൊണ്ടുവരും. NDA മുന്നണിയിൽ BJPക്കൊപ്പം തന്നെ ഇപ്പോൾ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് 2020. തെക്കൻ കേരളത്തിലാണ് 2020 ശക്തമെങ്കിൽ പോലും വടക്കൻ കേരളത്തിലും 2020ക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 2020യുടെ ഏക സ്ഥാനാർത്ഥി തിരുവമ്പാടിയിലാണ് വരുന്നത്. തിരുവമ്പാടിയിലെ 2020 NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സണ്ണി തോമസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, അതിന് വിജയാശംസകൾ. ചക്കയാണല്ലേ ചിഹ്നം? ഓക്കെ. അതെ, അപ്പൊ എങ്ങനെയാണ് തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം വിജയ പ്രതീക്ഷകൾ? ഞാൻ ഈ മലബാറിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഞാനിവിടെ ചെറുപ്പം പോലെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നതാണ്. ഇടക്കാലം കൊണ്ട് ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് പാർട്ടി ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുമായിട്ട് ഡൽഹിയിലായിരുന്നു. അപ്പം ഈ മലബാറിൻ്റെയും തിരുവമ്പാടിയുടെയും പ്രതിസന്ധിയും പ്രശ്നങ്ങളും പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളും ഉള്ള പോലെ തന്നെയാണ് ഇന്നും ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. അത് ഒരു 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 ശാശ്വതമായ പരിഹാരം ഇന്നുവരെ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതിയതായിട്ടുള്ള സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണം. കുടിവെള്ള പ്രശ്നം തിരുവമ്പാടിയിൽ അതിശക്തമായിട്ടുള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇത് ആകെപ്പാടെ ഒരു റോഡ് കറുത്ത് കുറച്ച് ടാർ ചെയ്ത് ഇലക്ഷൻ്റെ സമയം വരുമ്പം പറയും ഇത് ഞങ്ങൾ ചെയ്തു, ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ ചെയ്തിട്ടുമില്ല, കാണിക്കുന്നുമില്ല. കാരണം എവിടെ അഴിമതി നടത്താമോ അവിടെ നോക്കി അടിച്ചു മാറ്റാൻ എവിടെ പറ്റും അത് അടിച്ചു മാറ്റുക, അത് ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുക. ഇവിടെ കുടിവെള്ള പ്രശ്നം, വിദ്യാഭ്യാസ പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങൾ ആരോട് ചോദിച്ചാലും അറിയാം. തിരുവമ്പാടിയിലെ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ മുഴുവൻ കോഴിക്കോടോ അല്ലെങ്കിൽ വേറെ പ്രദേശത്ത് പഠിക്കണം. മലബാറിന് പ്രത്യേകമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെ അനുവദിക്കുന്നതാണ്. കാരണം ഇവിടെ പ്രകൃതി ചികിത്സ, നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന വലിയ മലമ്പ്രദേശം. അവിടെ പ്രത്യേക പാക്കേജ് ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അത് ഈ BJP NDA ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവിടെ ഉണ്ടാക്കിയത്. അവിടെ ആ വലിയൊരു രീതിയിൽ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് കൊടുത്തുകൊണ്ടാണ് ആ പ്രദേശത്തെ സംരക്ഷിക്കുന്നത്. കാരണം ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമുക്ക് കോഴിക്കോടിൻ്റെ ഒരു ടൗണിൽ ആ ഒരു 10 കിലോമീറ്റർ റോഡ് ടാർ ചെയ്യുവാണെങ്കിൽ അതേ എമൗണ്ട് കൊണ്ട് ഒരിക്കലും മലയോര പ്രദേശങ്ങളിൽ റോഡ് ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പാക്കേജ് അനുവദിച്ചാൽ മാത്രമേ, കാരണം ആ ഫണ്ട് ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കിലോമീറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കിലോമീറ്റർ മലയോര പ്രദേശത്തേക്ക് വരുമ്പോൾ അതിന് ഡബിൾ എക്സ്പെൻസസാണ് വരുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആ വികസനം അവിടെ മുരടിക്കുക. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് മലബാറിന് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ മലബാറിലേക്ക് ശ്രദ്ധിക്കണം. ഇവിടെ ഹോസ്പിറ്റലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറഞ്ഞ പോലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് തിരുവമ്പാടിയിൽ. ഇത് പരിഹരിക്കണം. ഇതാണ് നിങ്ങൾക്കറിയാം 2020 എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രസ്ഥാനം സാബു ജേക്കബിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയാം കിഴക്കമ്പലവും അതിൻ്റെ പരിസര പ്രദേശത്തും എങ്ങനെയാണ് നമ്മൾ വികസനം കൊണ്ടുവന്നത്. ആ വികസനത്തിൻ്റെ മോഡൽ മലബാറിൻ്റെ ഓരോ പഞ്ചായത്തുകളിലും NDAയുടെ നേതൃത്വം ഞങ്ങൾ നടപ്പിലാക്കും. നരേന്ദ്രമോദിജിയുടെ നാഷണൽ വിഷൻ, ആ വിഷനും സാബു ജേക്കബിൻ്റെ കേരള വിഷനും ഒരുമിച്ചുകൊണ്ട് ഞങ്ങൾ ആ വികസനം മലബാറിൻ്റെ പ്രദേശത്ത് കൊണ്ടുവരും. ഇപ്പം തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ MLA ആയിട്ടുള്ള ലിൻഡോ ജോസഫ് തന്നെയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത് അല്ലേ? അപ്പം കഴിഞ്ഞ 5 വർഷക്കാലം ലിൻഡോ ആയിരുന്നു MLA. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആ പ്രവർത്തനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അവിടെ എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധിയാണ്. എവിടെ അടിച്ചു മാറ്റണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗവൺമെൻറ്, അതിൻ്റെ പങ്കാളിയാണ് ഗവൺമെൻറ് പങ്കാളിയാണ്. നിങ്ങൾക്കറിയാം മേളിലിരിക്കുന്ന ആൾ എന്തുമാത്രമാണ് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച് സുഖമായിട്ട് ഇരിക്കുക, ഇലക്ഷൻ വരുമ്പോൾ പോസ്റ്റർ അടിച്ച് ആളെ വെളിയിൽ കാണിച്ചുകൊണ്ട് നിർത്താമെന്നല്ലാതെ ഒരു വികസനമായിട്ടില്ല. നിങ്ങൾ ഇറങ്ങി ചോദിച്ചാൽ അറിയാം, ഒരു വികസനം അവിടെ നടന്നിട്ടില്ല. ഈ വികസനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിനെ മുൻപിൽ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനം തരിക. ഞങ്ങളിവിടെ വർഗീയതയോ വേറൊരാളെ കുറ്റപ്പെടുത്താനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വികസന രാഷ്ട്രീയമാണ്. നരേന്ദ്രമോദിജിയുടെ വികസനം അത് കേരളത്തിൽ വരണം. അത് വരാതെ ഒരു കാരണവശാലും കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം 6 ലക്ഷം കോടിയുടെ ബാധ്യത. ഇതെങ്ങനെ പരിഹരിക്കും? ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇത് പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വളരെ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. ഒരു വികസനത്തിൻ്റെ ഒരു മുന്നേറ്റം കേരളത്തിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് NDA ഗവൺമെൻറ് കേരളത്തിൽ ഇവിടെ ഭരണത്തിൽ വരണം. ആ കേരളത്തിൽ ഭരണത്തിൽ വന്നാലേ നമുക്കിത് സാധ്യമാകാൻ പറ്റുള്ളൂ.